ശ്രീനാരായണ പരമഗുരവേ നമഃ. ശിവഗിരിശിഖരാഗ്രേ ദിവ്യപദ്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിദ്ദും സപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 40-ാം ഭാഗം. അവതരണം: ഭഗവാനെ നീ നിറഞ്ഞു വാഴുന്നു. നല്ല നിലാവുള്ള ഒരു രാത്രി. പ്രപഞ്ചത്തിൻ്റെ തിരുനെറ്റിയിൽ ഈശ്വരൻ തൊട്ടുവെച്ച വെള്ളിപ്പൊട്ട് പോലെ നിൽക്കുകയായിരുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശിവഗിരിശിഖരാഗ്രേ ദിവ്യപദ്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിദ്ദും സപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. ഓം ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 40-ാം ഭാഗം. അവതരണം: ഭഗവാനെ നീ നിറഞ്ഞു വാഴുന്നു.
നല്ല നിലാവുള്ള ഒരു രാത്രി പ്രപഞ്ചത്തിൻ്റെ തിരുനെറ്റിയിൽ ഈശ്വരൻ തൊട്ടുവെച്ച വെള്ളിപ്പൊട്ടുപോലെ നിൽക്കുകയായിരുന്നു ചന്ദ്രിക. അതിൻ്റെ നിലാവർഷത്തിൽ മരുത്വാമല ഒരു മഹനീയ ശില്പം പോലെ നിൽക്കുകയാണ്. മലയിലെ ജീവജാലങ്ങളെല്ലാം ആ നേരത്ത് നല്ല ഉറക്കത്തിലായിരുന്നു. മലമുകളിലെ പിള്ളത്തടം ഗുഹയിൽ ധ്യാനനിരതനായിരുന്ന നാണുസ്വാമി ആ ധ്യാനാവസ്ഥയിൽ നിന്നും അർദ്ധരാത്രിയോടെ ഉണർന്നു. പിന്നെ ആ ഗുഹയിൽ നിന്ന് മെല്ലെ പുറത്തിറങ്ങി. കാറ്റും കുളിരും മേഞ്ഞ് നടന്നിരുന്ന ആ അർദ്ധരാത്രിയിൽ നാണുസ്വാമിക്ക് അതുവരെയുണ്ടാകാത്ത വിധമൊരു വിശപ്പനുഭവപ്പെടാൻ തുടങ്ങി. വിശപ്പകറ്റാനുള്ള യാതൊരു വകയും ആ നേരത്ത് കൈവശം ഉണ്ടായിരുന്നില്ല. വിശപ്പകറ്റാൻ പലപ്പോഴും ആശ്രയിക്കാറുള്ള കട്ടുക്കോടിയുടെ ഇലയോ അടപൊതിയൻ കിഴങ്ങോ ശേഖരിക്കണമെങ്കിൽ മലമുകളിൽ നിന്നിറങ്ങണമായിരുന്നു. ദാഹമകറ്റാനുള്ള വെള്ളം ശേഖരിക്കണമെങ്കിൽ അതിനുള്ള ഉറവയും കുറച്ചകലെയായിരുന്നു. വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് ശരീരത്തിന് ഒരടി പോലും നടക്കുവാനുള്ള ശേഷി അപ്പോഴുണ്ടായിരുന്നില്ല. പകൽ പോലും മനുഷ്യർക്ക് കയറി വരാൻ പ്രയാസമുള്ള ഇവിടേക്ക് ഈ അർദ്ധരാത്രി ആര് വരാനാണ്? വിശപ്പും ദാഹവും കീഴ്പ്പെടുത്തും വിധം കത്തിക്കയറിയപ്പോൾ നാണുസ്വാമി ആകെ തളർന്ന് അവശനായി ഒരു പാറമേൽ ചെന്നിരുന്നു. ആ അവസ്ഥയെ മറികടക്കുവാൻ എന്താണൊരു മാർഗമെന്നാലോചിച്ചുകൊണ്ട് നാണുസ്വാമി അവിടെ കണ്ണടച്ചിരുന്നു. പെട്ടെന്ന് മലമുകളിലേക്ക് ആരോ കയറി വരുന്നത് പോലെ ഒരു പതിഞ്ഞ കാലൊച്ച കേൾക്കുവാനായി. വല്ല വന്യമൃഗവും ആകുമെന്ന് ധരിച്ച് നാണുസ്വാമി മുഖമുയർത്തി നോക്കി. ആശ്ചര്യം! വയോവൃദ്ധനായ ഒരു മെലിഞ്ഞ മനുഷ്യൻ അതാ ഒരു വടിയും കുത്തിപ്പിടിച്ച് തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. ആരെന്ന് ചോദിച്ചില്ല. എങ്കിലും പ്രായാധിക്യവും രോഗവും കൊണ്ട് അയാൾ വളരെ ക്ഷീണിതനാണെന്ന് മനസ്സിലായി. ആഗതൻ നാണുസ്വാമി ഇരുന്ന പാറമേൽ തൻ്റെ കക്ഷത്ത് നിന്നും ഒരു പാളപ്പൊതിയെടുത്ത് നിവർത്തി വെച്ചു. എന്നിട്ട് പറഞ്ഞു, അരി വറുത്ത് പൊടിച്ചതാണ്. ഇപ്പോഴത്തെ വിശപ്പകറ്റാൻ ഇത് മതിയാവും. വരൂ, നമുക്കൊന്നിച്ച് കഴിക്കാം. വിശേഷമൊന്നും പറയാതെ ഇരുവരും ആ പാളപ്പൊതിയിലിരുന്ന വറുത്ത അരിപ്പൊടി വാരി വാരി തിന്നു. വൃദ്ധന്റെ കയ്യിലിരുന്ന ഓട്ടുപാത്രത്തിലെ വെള്ളവും പങ്കുവെച്ചു കുടിച്ചു. വിശപ്പകന്നതിൻ്റെ എന്തെന്നില്ലാത്ത ആശ്വാസത്താൽ അങ്ങനെ അല്പനേരം നാണുസ്വാമി ഇരുന്നു പോയി. അടുത്ത ക്ഷണത്തിൽ നമുക്ക് ഈ നേരത്ത് ആഹാരവുമായി എത്തിയതാരാണെന്ന ചിന്തയുണർന്നപ്പോൾ ആ ഇരിപ്പിൽ നിന്നും നാണുസ്വാമി വേഗം എഴുന്നേറ്റു. പക്ഷേ ആ വൃദ്ധനെ അപ്പോൾ അവിടെ എങ്ങും കാണാനില്ലായിരുന്നു. നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് പകൽ നേരത്ത് പോലും വന്നെത്തുവാൻ വളരെ പ്രയാസമുള്ള ഇവിടേക്ക് ദുർബലനും വൃദ്ധനും രോഗിയുമായ ഒരാൾ എങ്ങനെ വന്നെത്തി? അതും വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും സ്വൈരവിഹാരം നടത്തുന്ന ഈ മലയിലേക്ക്, അതും ഒരു നടപ്പാത പോലും ഇല്ലെന്നിരിക്കെ. നാണുസ്വാമി ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി.
അകവും പുറവുമൊഴിഞ്ഞൻ ഭഗവാനേ, നീ നിറഞ്ഞു വാഴുന്നോ. പിൽക്കാലത്ത് ഗുരുമനസ്സിൽ നിന്നും ശിവപെരുമാനെ സ്തുതിച്ചുകൊണ്ട് ഒഴുകി വന്ന ഈ ഈരടികൾ ആ നേരത്ത് ഒരുപക്ഷേ നാണുസ്വാമിയുടെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞതായിരിക്കണം. അവതാരവരിഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം. ഭഗവാനെ നീ നിറഞ്ഞു വാഴുന്നു. അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.